ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ ദിവസം നടന്ന സംഭവ വികാസങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. നമ്മുടെ ഛത്തീസ്ഗഡിൽ പോയിട്ടുള്ള കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്ന ദിവസമായിരുന്നു ഇന്ന്. അവർക്ക് ജാമ്യം കിട്ടിയിട്ടില്ല. കാരണം അമ്മാതിരി വകുപ്പുകളാണ് എഴുതി ചേർത്ത് വെച്ചിരിക്കുന്നത്. ഈ കോടതിക്ക് പുറത്ത് ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ ജയ് ശ്രീറാം വിളിയും ആഘോഷ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഇവർക്ക് ജാമ്യം ഹാജരാക്കുന്ന സമയത്ത് ജാമ്യം കൊടുക്കരുത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. മുദ്രാവാക്യം വിളിയും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ജാമ്യം കിട്ടിയില്ല എന്ന് അറിഞ്ഞതോടുകൂടി അത് ആഘോഷമായി, ജയ് ശ്രീറാം വിളിയായി. ഞാൻ ഇപ്പോൾ വേറെ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അതുകൊണ്ടാണ്, അത് അറിയാമായിരിക്കുമല്ലോ അവരുടെ ആറ്റിറ്റ്യൂഡ് ഏത് ലെവലിൽ പോകും എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ വീഡിയോയിൽ, അവർ ഇനിയും ഇത് തന്നെ ആവർത്തിക്കും എന്നാണ് പറഞ്ഞത്. അവർക്ക് പേടിയില്ല, കാരണം അവിടുത്തെ ഗവൺമെൻറ് എല്ലാം അവരുടെ കൂടെയാണ്. ഏതായാലും ഇന്ന് കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ എല്ലാ ക്രിസ്ത്യാനികളാണോ എന്നറിയില്ല, ഏതായാലും ഒരു രാജ്ഭവനിലേക്ക് അവരുടെ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇത് രാജ്യവ്യാപകമായിട്ട് എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായിട്ട് മാറും ഈ ഒരു പ്രതിഷേധത്തിലൂടെ. അല്ലെങ്കിൽ തന്നെ അത് അങ്ങനെയാണ്, ഈ ഒരു പ്രതിഷേധമൊക്കെ ഇനി അങ്ങനെ ചർച്ച ചെയ്യപ്പെടും രാജ്യവ്യാപകമായിട്ട്. നമ്മുടെ MP-മാരൊക്കെ പാർലമെൻറ്റിൽ ഇത് ഉന്നയിക്കുന്നുണ്ട്, ഈ ഒരു കാര്യം ഒക്കെ. ഞാൻ പറഞ്ഞ പോലെ ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ഇപ്പോഴത്തെ ഈ വിഷയങ്ങളൊക്കെ ചേർത്തിട്ട് അവർ ഉന്നയിക്കുന്നുണ്ട്. അതൊക്കെയാണ് ഞാൻ ന്യൂസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അതായത് ഇവർ ഈ പറയുന്ന കന്യാസ്ത്രീകളെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികൾ കാണാൻ ചെന്ന സമയത്ത് അവർ പറയുന്ന സങ്കടത്തോടു കൂടി പറയുന്ന ഒരു കാര്യമുണ്ട്. എന്ത് ഈ അവർ അത് പറഞ്ഞ കാര്യമുണ്ട്. ആ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ വെറും തറയിലാണ് കിടക്കുന്നത്. അതിൽ ഒരാൾക്കോ അല്ലെങ്കിൽ രണ്ടാൾക്കാണോ അറിയില്ല, അവർ മെഡിസിൻ കഴിക്കുന്നവരാണ് എന്തൊക്കെ അസുഖങ്ങൾക്ക്. ആ മെഡിസിൻ പോലും അവർക്ക് കിട്ടുന്നില്ല ജയിലിൽ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ 6 ദിവസം അതൊന്നും ഇല്ല. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങളെന്താ ഇന്ത്യൻ പൗരന്മാരല്ലേ എന്നുള്ളതാണ്. എന്തോ വലിയ കുറ്റം ചെയ്ത പോലെയാണ് അവരോട് അവർ പെരുമാറുന്നത്. ഇത് തീർത്തും ജനാധിപത്യ വിരുദ്ധമാണ്. ഒരു ഫാദർ പറയുന്നത് കേട്ടു. അത് ഫാദർ പറയുന്നതിന് മുന്നേ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഫാദർ പറഞ്ഞത്. ഇനി അറിയാത്തവരിലേക്കായിട്ട് ഞാൻ പറയാം. സോ ഏതൊരാൾക്ക് ഇന്ന മതത്തിൽ വിശ്വസിക്കാനും ആ മതത്തിൻ്റെ ആചാരങ്ങൾ അനുസരിച്ച് ജീവിക്കാനും അതൊക്കെ അതുപോലെ തന്നെ അത് പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന ഒരു പൗരനിലോ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും നൽകുന്നുണ്ട്. അതിൻ്റെ ശക്തമായ ലംഘനമാണ്. ഇപ്പൊ തന്നെ ഞാനൊരു മനുഷ്യൻ, ഞാൻ എൻ്റെ ഇപ്പോൾ എനിക്കൊരു മതമുണ്ട്. എൻ്റെ മതത്തിൽ നിന്ന് ഞാൻ വേറൊരു മതത്തിലേക്ക് മാറാന്ന് വെച്ചാൽ മറ്റൊരാൾക്കും അതിനൊന്നും ചെയ്യാനോ മറ്റൊരാൾക്കൊന്നും എന്നോട് അതിന് വിയോജിപ്പുണ്ടായിട്ട് ഒരു കാര്യമില്ല. കാരണം ഇന്ത്യൻ നിയമം അനുസരിച്ച് എനിക്ക് അങ്ങനെ ചെയ്യാം. കേരളത്തിന് 2 കേന്ദ്രമന്ത്രിമാരുണ്ട്, കേന്ദ്ര സഹമന്ത്രിമാർ. അവർ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യൂ. പിന്നെ ഈ ഇലക്ഷൻ സമയത്ത് വന്നിട്ട് മാതാവിന് കിരീടം കൊടുക്കുന്നതും അതല്ലെങ്കിൽ എല്ലാ ആരാധനാലയങ്ങളും കയറി ഇറങ്ങുന്നതും ഒക്കെ സർവ്വസാധാരണമാണ്. അതിനപ്പുറത്തേക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളത് ആണ് പ്രധാനം. അപ്പോഴാണല്ലോ ഈ നേതാക്കന്മാരുടെ ആവശ്യമുള്ളത്. അതല്ലാതെ വെറുതെ നിൽക്കുമ്പോൾ എന്തിനാ ആവശ്യം? ഇപ്പോൾ അവർക്ക് പ്രശ്നമുള്ള സമയമാണ്. ഇപ്പോൾ ഈ പറയുന്ന കേന്ദ്രമന്ത്രിമാരെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ചെയ്യാനൊന്നും ഇനി ഒന്നുമില്ല, കാരണം കൈവിട്ടു പോയി. ഇനിയിപ്പോൾ അത് കോടതി തീർപ്പാക്കേണ്ട കേസാണ്. അതായത് പിന്നെ ഈ BJP-ക്കുള്ളിൽ തന്നെ 2 സ്വരമാണ് ഈ കാര്യത്തിൽ നിന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. അതിന് എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ ഒരുപാട് കമൻറ്റുകൾ ഒരുപാട് ഉണ്ടാവും. അതിപ്പോൾ 1000 1000 കമൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കതിൽ ഓരോന്ന് എടുത്ത് നോക്കിയിട്ട് ഇന്നതാ കമൻറ്റ് നോക്കിയെടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഇതിങ്ങനെ അടിച്ചോട്ട് നോക്കാനും പറ്റില്ല. പക്ഷേ എനിക്ക് കിട്ടിയ 2-3 കമൻറ്റുകൾ വേണമെങ്കിൽ ഞാനിവിടെ വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത്. നമ്മൾ പറയുന്നത് നമ്മൾ വെറും വിടുവായിത്തരം വിളിച്ച് പറയുകയാണോ എന്നുള്ളത് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യുന്നു. ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നു NDA ഗവൺമെൻറ്റിന് അധികാരത്തിന് കീഴിൽ.